എരഞ്ഞിക്കലെ ദേവകമ്മയ്ക്ക് ഒരു മകളില്ലേ? ഉണ്ടായിരിക്കും. ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ കുട്ടിയുടെ ജാതകം ചോദിച്ചിരിക്കുന്നത്ര ഡോക്ടർ മേനോൻ. ഏകദേശം ഉറപ്പിച്ചു എന്നാ കേട്ടത്. ഉറപ്പിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. ഇതാ വേറൊരു ഏജൻസിയുടെ പ്രപ്പോസൽ. സ്റ്റീൽ പാത്രങ്ങൾക്ക് ഇപ്പൊ നല്ല മാർജിനാ. പരമേശ്വര മാഷയുടെ മകൻ രാമു. അതെ, രാമു തന്നെയാ പേര്. അവനിപ്പോ തരക്കെടില്ലാത്ത പണിയൊക്കെ അത്രേ. ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറാ. അതൊന്ന് ശ്രമിച്ചു നോക്കുക. അവരിങ്ങോട്ട് വരണ്ടേ? സിംഗപ്പൂരുകാരുടെ കല്യാണത്തിന് മുമ്പേ നമുക്കിത് നടത്തണം. ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ എന്ന് വെച്ചാൽ ചില്ലറ കാര്യാന്നാ വിചാരം. തൊട്ടേനൊക്കെ കൈക്കൂലി കിട്ടുന്ന ഉദ്യോഗം അല്ലേ? വാസന്തേ, ഇങ്ങോട്ട് വരൂ. പരമേശ്വര മാഷയുടെ മകള് നിന്റെ ഒപ്പം പഠിച്ചിട്ടില്ലേ? ആ കുട്ടിയുടെ ഏട്ടൻ എഞ്ചിനീയർ അല്ലേ? മാഷയുടെ മൂത്ത മകൻ. അറിഞ്ഞൂടാ. എന്തിനാ? നിന്റെ ജാതകം ചേരുമെന്ന് നോക്കാൻ. സിംഗപ്പൂരുകാര് ഇപ്പൊ കാശ് കണ്ട ആൾക്കാരാ. അവർക്ക് എന്ത് തറവാടുത്താ ഉള്ളത്? മാഷൊക്കെ പൂർവികമായിട്ട്. അമ്മേ, എന്റെ കല്യാണത്തിന്റെ വേറൊരു വെപ്രാളം തുടങ്ങുമായിരിക്കും അല്ലേ? നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ മാഷയുടെ ഭാര്യ വീട്ടുകാര്? എനിക്ക് വേണ്ടി അമ്മ തറവാട്ടുകാരെ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട. പിന്നെ നീയാണോ അന്വേഷിക്കാൻ ഇറങ്ങണത്? അതെ. എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്കിഷ്ടം? എന്താ പറഞ്ഞത് നീ? ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിങ്ങളെ രണ്ടാളെ അറിയിക്കും. അതിനെന്താ, നല്ലതല്ലേ? പക്ഷേ അതിന്റെ ചില മാമൂലും ചടങ്ങൊക്കെ ചെയ്യാൻ ഞങ്ങളോട് അറിയണ്ടേ? മാമൂൽ അനുസരിച്ചിട്ടാവില്ല. രജിസ്റ്റർ ഓഫീസില് 2 സാക്ഷികൾ മതി. വേറെ ചടങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആളാരെ എന്താന്ന് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞാൽ മതി. അടിച്ചു പുറംപൊളിക്കുമെന്നാ വിചാരിച്ചത്. ഷോക്ക് മാറിയാൽ ഇനി കലാപം തുടങ്ങും. Bloody hell, this house is something. ആരാ? At last we meet again, my little girl. ആരാ ചേച്ചി? Come on. ആരാ? ബോംബെന്ന് വന്നതാണ്. ടിബിയിലാണ് താമസം എന്ന് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ വഴി വെച്ച് വയ്ക്കുമ്പോഴാണ് എന്നെ കണ്ടത്. അച്ഛൻ്റെ കൊടുത്തേക്ക്. Come on, Miranda, we're waiting. Get ready. ഒന്നുമില്ല അപ്പേട്ടാ. ആരാ? വേണ്ടപ്പെട്ടവരാണെങ്കിൽ അകത്തേക്ക് വിളിക്കേ. ബോംബെന്ന് വന്നതാണ്. Who's this beggar? ബഗർ നിന്റെ തന്ത. അരുതപ്പേട്ടാ. If you don't come now, I'll come back with a police warrant. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പറയാ, ആരാ ഇത്? അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. മേലൊക്കെ കടിക്കണ്. കിടക്കയിൽ ഉറുമ്പുണ്ടോന്ന് നോക്കൂട്ടി. എന്താ? എനിക്കൊന്ന് പോകേണ്ടി വരും. പോയിട്ട് പിന്നെന്ന് വരും? നിർബന്ധാണെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മയെ കാണാതെ വിഷമം തോന്നുന്നുണ്ടാവും. ഇപ്പൊ പോയാലും ചിങ്ങത്തില് വരണം. ചിങ്ങത്തിലാ എന്റെ പിറന്നാള്. പിറന്നാളും ഓണവും അടുത്തടുത്താ. വല്ലേ? ഇവിടെ ഇരുന്നാ നിങ്ങൾക്കൊക്കെ വേഗം മടുക്കും. കൂടെ തന്നെ കൊണ്ടുപോകാനാ അമ്മയെ മറ്റേലും ടി വി വന്നിരിക്കണല്ലേ? പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ പോകാതെ വയ്യല്ലോ അപ്പേട്ടാ. ഇഷ്ടമില്ലെങ്കിൽ പോകരുത്. വരാൻ മനസ്സില്ലെന്ന് പറയണം. ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു പട്ടണം കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞാ മനസ്സിലാവൂല. അതുകൊണ്ട് മോശക്കാരനാണ് അപ്പേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. മീര എവിടേക്കും പോണ്ട. ഒരു കുടുംബം പുലർത്താനൊക്കെ എന്റെ അധ്വാനം ധാരാളം മതി. തറവാട്ട് സ്വത്തിന്റെ ഓഹരിയും കണക്കും ഞാൻ നോക്കണില്ല. ഞാനുണ്ട്, എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ.
വിഡ്ഢിത്തമാണ് ഞാൻ വിചാരിച്ചതെന്നറിയാം. പക്ഷെ പറഞ്ഞത് തെറ്റിയെങ്കിൽ മാപ്പ്. അതിന് കരയാണോ? എന്നെ രക്ഷിക്കാൻ ആദ്യമായി പറഞ്ഞത് അപ്പേട്ടനാണ്. അതിന് സന്തോഷമുണ്ട്. എന്നും ഞാൻ ഓർമ്മിക്കും. എന്തോ നമ്മളൊക്കെ ഓരോ തരത്തിൽ തടവിക്കിടക്കുന്നവരാണ് അല്ലേ? ഇവിടെ പാരമ്പര്യം, തറവാടുത്തം, അവിടെ മീര മറ്റെന്തിന്റെയൊക്കെ. ഓടിക്കൊണ്ടേയിരിക്കണം, ഒരു തടവിൽ നിന്ന് വേറൊരു തടവിലേക്ക് വീഴുന്നത് വരെ. വേറെന്ത് ചെയ്യാനാ? വലത്തെ കൈനീട്ട്. ആശക്കുട്ടി ആ പൊതിങ്ങട്. ആശക്കുട്ടിയെ ആഭരണപ്പെട്ടി എടുക്ക. അച്ചമ്മയുടെ പണ്ടങ്ങള് നിന്റെ കാര്യത്തിൽ ഇട്ടെന്ന് കാണാലോ. കഴുത്തിൽ കിടക്കട്ടെ. അച്ചമ്മയുടെ ഓർമ്മയ്ക്കാ. നിന്നെ കാണാനുള്ള യോഗ ഒക്കെ ഉണ്ടായില്ല. ഇത് ഇരിക്കട്ടെ നിനക്ക്. ബ്ലൗസും പാവാടേ. ഇവിടെ എത്തിയോ? അന്വേഷിച്ചപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പരിഭ്രമിച്ചു ആസാരം. അച്ഛമ്മയോട് നന്ദി പറയണല്ലോ എന്ന് തോന്നി. താഴെയുള്ളവർക്കൊക്കെ വിഷിക്കേട്ടം കൊടുക്കണമെന്നാണ് നിയമം. ആനവാല് കെട്ടിച്ച മുതലാണ്. രാപ്പനെയും പേടിയില്ലാതിരിക്കാൻ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പേട്ട എന്താ ഇത്? ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനൊരു മോതിരം വാങ്ങിയാൽ കല്യാണം പറഞ്ഞു വെച്ചതുപോലെയാണ്.
അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം മുറച്ചെറുക്കന്റെ അവകാശം ഉണ്ടല്ലോ എനിക്ക്. എന്റെ അനുഭവം കണ്ടില്ലേ? വീണ്ടും ഒരു അപകടം ഉണ്ടാക്കി വെക്കണം അപ്പേട്ട. കുട്ടികളെ നമ്മൾ ശപിക്കില്ലേ? അപ്പോ എവിടെ അവള്? എടി, നിന്റെ ലോകക്കാരുടെ ആട്ടും ചേച്ചൻ കേൾക്കണോ ഇവിടുത്തെ ആണുങ്ങള്? ഒരു വിശേഷ ദിവസമായിട്ട്. Where's the bloody bitch? Call her. Please come. Sit down, Mr. Bello. I don't care for your bloody hospitality. Where is she? Please listen to me. Don't shout here. Don't play with me. Bessie, come here. Miranda, come with us. We are waiting for you. ബഹളം ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോകും മമ്മി. ഞാൻ പിന്നെ വരാം, പ്ലീസ്. ഒരിക്കൽ നിന്റെ പപ്പായ അടുത്തിറക്കിയ സ്ഥലമല്ലേ ഇത്? ഇവിടെ നിനക്കെന്ത് കാര്യം? Bloody aristocrats, stupid old beggars. നീ വരുന്നുണ്ടോ? വരാം. മമ്മി നടക്കും. ഞാൻ വരാം. I promise. Are you coming or not? Yes. Come on. മതിയായി. കൊല്ലം പിറക്കുന്ന ദിവസമായിട്ട് അച്ഛനും കൈനീട്ടം കിട്ടി. നീ കാരണം. തള്ളയുടെ കൂടെ ഇറങ്ങാതെ പിന്നെ ഇവിടെ നിൽക്കുകയാണോ? സങ്കടപ്പെട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ഒരാളും ഇവിടെ കെഞ്ചില്ല. മതിയായി ഞങ്ങക്ക്. പോകാം. എപ്പോ? സൗകര്യം പോലെ അച്ഛനോട് യാത്ര പറയണം. പിന്നെ അപ്പേട്ടനോട്. അപ്പേട്ടനെ തീരെഴുതി എടുത്ത പോലെ. സംബന്ധം കഴിച്ച് അപ്പൂടെ പ്രതിഷ്ഠിക്കുമെന്നൊരു വിചാരം നിനക്കുണ്ടോ? ഓ, ചെയ്തോട്ടെ. എന്നിട്ട് പണിക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോവാം. തെണ്ടാം. തെണ്ടിത്തിരിഞ്ഞ് വഴിയാധാരമാവുമെന്ന് അവൻ ആലോചിക്കുന്നില്ല. മാധവേട്ടന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാ. ഭദ്രകാളിയെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്തല്ലോ. മാധവൻകുട്ടിക്ക് പഠിപ്പുണ്ടായിരുന്നു, ഉദ്യോഗം ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ അതിർത്തി കിടന്ന് ആയുസിനിടയ്ക്ക് പോവാത്ത അപ്പൂനെ നീ കഷ്ടത്തിലാക്കരുത്. ഞങ്ങളുടെ അപേക്ഷയാണ്. ഇവളെ കൊണ്ട് ആകാവുന്നതെല്ലാം ചെയ്തു തരുന്നുണ്ട്. എന്റെ മുഖത്ത് നോക്കാൻ പേടിച്ചിരുന്ന വാസന്തിയെ പറഞ്ഞു എല്ലാ ധിക്കാരങ്ങളും പഠിപ്പിച്ചു. അത് മനസ്സിലായില്ലേ? ഇനി അപ്പൂനെ ഇളക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ അപ്പേട്ടനെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ ധർമാശുപത്രിയില് വെള്ളം കുടിക്കാതെ ചത്തു മാധവൻകുട്ടി. നിന്റെ പപ്പ, ഇവളുടെ ആംഗ്ല. ആ ഗതി ഇനി ഇവിടുത്തെ ഒരു ആളിന് വരുത്തണമെന്ന് മോഹമുണ്ടോ നിനക്ക്? അവൻ വല്ല വെട്ടിത്തങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും. പാവം ചെറിയ കുട്ടിയുടെ മനസ്സാവന്. അവനെ നശിപ്പിക്കല്ലേ. എന്റെ മൂത്ത മോനെ പോലെ വളർത്തിയതാവനെ. അരു നിൽക്കാൻ പിന്നെ നിന്റെ തന്ത. കേൾക്കട്ടെടി, ഇവിടെ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരെയും പേടിച്ചു നടക്കണല്ലോ ഞാൻ. കുട്ടികളെ വിളിക്ക്. എന്തിനാ കുട്ടികള്? കൊട്ടാരവും പ്രതാപങ്ങളും ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടേക്ക് പോവാണ്. നീയും കുട്ടികളും വരുന്നുണ്ടോ? ഞാനും എന്റെ മക്കളും വിലയിട്ടവരായി ഇവിടെ നിൽക്കണോ, അതോ പേരക്കുട്ടി മാത്രം കൂടെ മതിയോ നിന്റെ തന്ത ഇന്ന് തീരുമാനിക്കണം. ഇപ്പോ അരുത്. അച്ഛനെ വിഷമിപ്പിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. നിങ്ങളാരും അല്ലല്ലോ പുറത്തു പോകേണ്ടത്. ഞാൻ പോകാം. രാവിലെ വരെ സമയം തന്നൂടെ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇനി പോയി കിടക്കും. വിഷു ന്യൂ ഇയർ അല്ലേ? ഇന്ന് ചെയ്ത പ്രോമിസ് തെറ്റിക്കില്ലല്ലോ അനിൽ? തെറ്റില്ല. തെറ്റിയാ നീ അറിയിക്കണം. ഇറ്റ്സ് എ പ്രോമിസ്. നോ മോർ ഗ്രാസ്. നാളെ എപ്പോഴാ പോണ്ടത്? സമയം നിശ്ചയിച്ചിട്ടില്ല. എല്ലാ വിവരത്തിനും ഞാൻ എഴുതാം ഇടയ്ക്ക്. ഫ്രണ്ടിനോട് അന്വേഷണം പ്രത്യേകിച്ച് പറയണം. അപ്പോഴേതായാലും വരണം. മറ്റാരും കൂടിയിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. മിറാണ്ട വരണം. സ്റ്റേഷൻ വരെ ഞാനും വരുന്നുണ്ട് കാലത്ത്.
അവിടെ പോയാൽ പറയൂ, എന്തോ വിഷമമുണ്ട് അല്ലേ? ഏയ്, ഒന്നുമില്ല. എനിക്കിതൊന്നും അത്ര പിടിക്കണില്ല. അയാളുടെ വരവും സംസാരവും. എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കൂടെ വരാം. കാവൽക്കാരനായോ തുണക്കാരനായോ എങ്ങനെ വേണേലും വരാം. പറഞ്ഞോളൂ. മീരയ്ക്കൊരു വിഷമം ഉണ്ടാവരുത്, എവിടെ ആയാലും. ഇല്ല, ഒരു വിഷമവും വരില്ല, ഉറപ്പ്. അത് മതി. അതറിഞ്ഞ സമാധാനമാണ് എനിക്ക്. പോയാലും പിന്നെ വരില്ലേ? വരണം. ഞങ്ങളൊക്കെ കാത്തിരിക്കും. കിടന്നില്ലേ കുട്ടി? ഉറക്കം വരുന്നില്ല. ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ അച്ചച്ച. പോവാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് മനസ്സിലൊരാധി. ഇടയ്ക്ക് വരില്ലേ? വരും. ഞാനിവിടെ കുറച്ച് കിടക്കട്ടെ. അച്ഛൻ ഉറങ്ങിക്കോളൂ. എന്റെ കാലം കഴിയണവരെ ഇടയ്ക്കൊക്കെ വരണം. വരും. ഞാൻ എങ്ങോട്ടും പോവില്ല, പോവില്ല. പാവം. പാവം അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കുട്ടി, മീരക്കുട്ടി, വല്ലാത്തൊരുറക്കം. മോളിൽ പോയി കിടക്കുമോളെ.
പോലെ ഇത് കാണേണ്ടി വന്നല്ലോ.